ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കോപ്പി ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ക്ലീനറാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഉണ്ടാക്കി വെക്കുന്നവർക്ക് ഉണ്ടാക്കി വെക്കാം, അതല്ല ഉണ്ടാക്കി വീട്ടിൽ നോക്കുന്നവർക്ക് അങ്ങനെ നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വരിക. വീഡിയോ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം വേണ്ടത് സോപ്പ് ലിക്വിഡാണ്. ഇപ്പോൾ സോപ്പ് ലിക്വിഡ് നമ്മൾ 50 മില്ലി എടുത്തിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ 500 മില്ലി ഗ്ലാസ് ക്ലീനറാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത സോപ്പ് ലിക്വിഡായിരുന്നു. എൻ്റെ താഴത്തെ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതല്ലേ നിങ്ങൾ ഏതെങ്കിലും സോപ്പ് ലിക്വിഡ് വാങ്ങുക. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് കുറച്ച് ഇതിന് തിക്നെസ് കൂടുതലാണ്, കൊഴുപ്പ് കുറച്ച് കൂടുതലാണ്. ഇത്രയൊന്നും വേണ്ടി വരില്ല നമുക്ക്. രണ്ടാമത് വേണ്ടത് ഐസോപ്രൊപ്പൈലാണ്. ഇത് ആൽക്കഹോൾ തന്നെയാണ്, നമ്മൾ മെഡിക്കൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ്. അപ്പോൾ ഇതാരും കുടിക്കുകയൊന്നും ചെയ്യരുത്, കിഡ്നി അടിച്ചു പോവും. അപ്പോൾ ഇത് നമുക്കൊരു 100 മില്ലി വേണം. നിങ്ങൾ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വാങ്ങാം. നമുക്ക് മൂന്നാമത് വേണ്ടത് വിനാഗറാണ്. ഇത് സയൻറ്റിഫിക് വിനാഗറാണ്. ഇത് നമുക്ക് 100 മില്ലി വേണം. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ വാങ്ങുക. ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. നമുക്ക് നാലാമത് വേണ്ട DM അല്ലെങ്കിൽ RO വാട്ടർ. DM എന്ന് പറഞ്ഞാൽ ഡീമിനറലൈസ്ഡ് വാട്ടർ, അല്ലെങ്കിൽ ബാറ്ററിക്ക് ഉപയോഗിക്കുന്ന വെള്ളം. അപ്പോൾ ഞാൻ RO വെള്ളത്തെ എങ്ങനെ ഉണ്ടാക്കാം സിമ്പിളായിട്ടൊന്ന് ലാസ്റ്റ് ചെയ്ത മജാല ഉണ്ടാക്കുന്ന വീഡിയോയിൽ, അതായത് ലിക്വിഡ് ബ്ലൂ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കയറി കാണുക. ഇത് നമുക്ക് 250 മില്ലി വേണം. ഇപ്പോൾ വീടുകളിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒരു ബാറ്ററിക്കകത്ത് ഉപയോഗിക്കുന്ന വെള്ളം വാങ്ങിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ RO ഫിറ്റ് ചെയ്യേണ്ടി വരും. ഇൻഡസ്ട്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 4 തവണ ചെയ്ത് നോക്കിയായിരുന്നു. 4 ഏറ്റവും നല്ല റേഷ്യോ ഇതാണ്, അതുകൊണ്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. സൂപ്പർ ഗ്ലാസ് ക്ലീൻ. നമുക്കിപ്പോൾ അഞ്ചാമത് വേണ്ടത് പെർഫ്യൂമാണ്. പെർഫ്യൂം എടുക്കുമ്പോൾ നിങ്ങൾ ഓയിൽ ബേസ് പെർഫ്യൂം എടുക്കരുത്. ഓയിൽ ബേസ് എടുത്തു കഴിഞ്ഞാൽ അത് മിക്സ് ആകില്ല വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ എടുക്കാൻ നേരത്തെ ഇതേപോലെ വാട്ടർ ബേസ് ഉള്ള പെർഫ്യൂം എടുക്കുക. വാട്ടർ ബേസ് കിട്ടാൻ ഏറ്റവും എളുപ്പം നമ്മുടെ വീട്ടിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള സെൻ്റെല്ലാം പെർഫ്യൂം അങ്ങനെ. നമുക്ക് ആറാമത് വേണ്ടത് മജാലയാണ്. ഇത് ബ്ലൂ കളറിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സത്യത്തിൽ വേണ്ടത് കുറച്ചും കൂടി ലൈറ്റ് ഡാർക്ക് ബ്ലൂ ആണ്. ഇതിപ്പോൾ എനിക്ക് വയലറ്റാണ് കിട്ടിയത്, വേറെ ഇല്ലാത്തതുകൊണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് വീഡിയോ താഴത്തെ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾ അത് കയറുകയാണ്. അപ്പോൾ അതും അവസാനമായിട്ട് വേണ്ട ഇതേപോലത്തെ ഒരു empty ബീക്കറാണ്. നമ്മളിപ്പോൾ 500 എത്ര ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അത് കൊള്ളാവുന്ന പാകത്തിലുള്ളൊരു പാത്രം എടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആദ്യം സോപ്പും നമ്മുടെ ഡീമിനറലൈസ്ഡ് വാട്ടറും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ 50 മില്ലി സോപ്പും 250 മില്ലി ഡീമിനറലൈസ്ഡ് വാട്ടറും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ അതായത് 300 മില്ലി ആവും. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് എത്ര ഇളകി ചേരാൻ പറ്റുന്നോ അത്രയും മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അത് ശരിയാവില്ല പിന്നെ അടുത്ത കെമിക്കൽ കഴിക്കാൻ നേരത്ത്. അപ്പോൾ ഇത് കുറച്ച് തിക്നെസ് കൂടുതലാണ്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് ഇത്രയും കൊഴുപ്പ് വരുന്നത്. നമ്മളിപ്പോൾ നേരെ മറിച്ച് വാങ്ങുന്നതാണ് ഇത്രയും തിക്നെസ് വരില്ല. അപ്പോൾ നിങ്ങൾ ഫെറിയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫെറി അങ്ങനെ എന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ചാൽ മതി. പാത്രം കഴുകുന്ന അങ്ങനെ ലിക്വിഡ് ഉപയോഗിച്ചാലും മതി, അല്ലെങ്കിൽ ഷാമ്പു ഒഴിച്ചാലും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അടുത്തായിട്ട് വിനാഗിരി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 100 മില്ലി വിനാഗിരി. അത് സയൻറ്റിഫിക് വിനാഗിരിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഇപ്പോൾ ട്രഡീഷണൽ വിനാഗിരി അല്ല, ജസ്റ്റ് വാട്ടറിനകത്ത് അസിറ്റിക് ആസിഡ് മിക്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഐസോപ്രോപ്പൈൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കാം, അതെല്ലാം ഒരുമിച്ച് ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഐസോപ്രോപ്പൈൽ 100 മില്ലി, ഇപ്പോൾ 500 മില്ലി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലിട്ട് നമുക്ക് കളർ ആഡ് ചെയ്യണം. കളറും പെർഫ്യൂമും ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് പെർഫ്യൂമാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, വാട്ടർ ബേസ് തന്നെ എടുക്കുക. ഓയിൽ ബേസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുക, അത് മിക്സ് ആവത്തില്ല, അങ്ങനെ ഒരു പ്രശ്നം വരും. നമ്മുടെ വീട്ടിലെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള സെൻറ്റ് പെർഫ്യൂം എല്ലാം വരുന്നത് ഓൾമോസ്റ്റ് അത് വാട്ടർ ബേസ് ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ തന്നെ അത് ആൽക്കഹോളിൻ്റെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല, എന്തായാലും വെള്ളത്തിൽ മിക്സ് ആവും. ലാസ്റ്റ് നമുക്ക് വേണ്ടത് മജാലയാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി 3-4 ദിവസം മുന്നേ. അപ്പോൾ നിങ്ങളത് കയറി കാണുക. ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബ്ലൂ കളർ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ശേഷം അതൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ സാധാരണ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ വിൽക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ കളർ ചേർക്കുക. ബ്ലൂ കളറിൽ മജാല ചേർക്കരുത്. അപ്പോൾ കളർ കുറച്ച് വേരിയേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ 500 മില്ലിയാണ്. ഇത്രയേ ഉള്ളൂ ഗ്ലാസ് ക്ലീനർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. സൂപ്പർ നല്ല ക്വാളിറ്റിയാണ്, നമ്മൾ ഉപയോഗിച്ച് നോക്കിയത്. നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി. ഇനി നമുക്കിതെങ്ങനെ പ്രൊഫഷണലായിട്ട് പാക്ക് ചെയ്യാം എന്ന് നോക്കാം.